നമസ്കാരം സുഹൃത്തുക്കളെ, ക്രീബോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഇത് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരമ്പരയാണ്. ഇംഗ്ലണ്ടിനെതിരായ 5ാം T20യിൽ 56 റൺസിന്റെ വമ്പൻ തോൽവിയുമായി ഇന്ത്യ പരമ്പര 4-0 അടിയറവ് വെച്ചിരിക്കുകയാണ്. 257 റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ പിന്തുടർന്ന ഇന്ത്യക്ക് എവിടെയാണ് പിഴച്ചത്? ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബട്ട്ലർ ബ്രൂക്ക് താണ്ഡവം ഇന്ത്യയെ തകർത്ത 223 റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ട്, ഇന്ത്യയുടെ പോരാട്ടം, ഇഷാൻ കിഷന്റെയും തിലക് വർമ്മയുടെയും ഗംഭീര അർദ്ധ സെഞ്ചുറികൾ. കിഷൻ 35 പന്തിൽ 56 റൺസും തിലക് 25 പന്തിൽ 53 റൺസും അടിച്ചു. മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ തുടക്കം നന്നായിട്ട് തുടങ്ങിയെങ്കിലും സാം കരന്റെ ഓവറിൽ ഒരു ക്യാച്ചിൽ സാംസൺ കുടുങ്ങി. 14 പന്തിൽ 27 റൺസാണ് സഞ്ജു അടിച്ചത്. ക്യാപ്റ്റൻസിയും ഫീൽഡിംഗും, ക്യാച്ചുകൾ കൈവിട്ട ഇന്ത്യൻ ഫീൽഡിംഗും ശ്രേയസ് അയ്യരുടെ നാണംകെട്ട റെക്കോർഡും പുതിയ നമ്പർ 1 T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തേക്ക് കുതിച്ച് ഇംഗ്ലണ്ട്. ഇന്ത്യൻ ടീമിന്റെ ഈ ദയനീയ പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? പ്രശ്നം ബാറ്റിംഗിലാണോ അതോ ക്യാപ്റ്റൻസിയിലാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഏറ്റവും വേഗത്തിൽ മികച്ച ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ ആരാധകർക്ക് ഇതൊരു വലിയ ദുസ്വപ്നമായി മാറുകയാണ്. സൗതാംപ്ടണിലെ 5ാം T20 മത്സരത്തിലും ഇന്ത്യക്ക് വൻ തോൽവി. 56 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ തരിപ്പണമാക്കിയത്. ഇതോടെ 4-0 എന്ന നിലയിൽ ഇംഗ്ലണ്ട് ഈ പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ്. ലോക ചാമ്പ്യന്മാരായ ഇന്ത്യയെ തകർത്ത് ഇംഗ്ലണ്ട് ഇപ്പോൾ ലോകത്തിലെ 1ാം നമ്പർ T20 ടീമായി മാറിയിരിക്കുന്നു. ഗംഭീറിനും അയ്യർക്കും ഈ തോൽവി വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ ഇന്നലത്തെ മത്സരത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കാം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ബോളർമാരെ പഞ്ഞിക്കിടുകയായിരുന്നു. 20 ഓവറിൽ അവർ അടിച്ചുകൂട്ടിയത് 257 റൺസ് 3 വിക്കറ്റ് എന്ന കൂറ്റൻ സ്കോറാണ്. ജോസ് ബട്ട്ലറും ഹാരി ബ്രൂക്കും ചേർന്ന് പടുത്തുയർത്തി 223 റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ നടുവൊടിച്ചത്. ബട്ട്ലർ 64 പന്തിൽ 131 റൺസ് അടിച്ചപ്പോൾ ബ്രൂക്ക് 45 പന്തിൽ പുറത്താകാതെ 95 റൺസ് എടുത്തു. പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജോസ് ബട്ട്ലറാണ്. അതുപോലെ തന്നെ ഈ പരമ്പരയിലുടനീളം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരവും സ്വന്തമാക്കി. 258 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് തുടക്കം മുതൽ റൺ റേറ്റ് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എങ്കിലും ഇന്ത്യൻ നിരയിൽ ഇഷാൻ കിഷനും തിലക് വർമ്മയും മികച്ച രീതിയിൽ പൊരുതി. ഇരുവരും അർദ്ധ സെഞ്ചുറികൾ നേടി. ഇതിൽ തിലക് വർമ്മ വെറും 24 പന്തിലാണ് തന്റെ 50 തികച്ചത്. ഇംഗ്ലണ്ടിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും വേഗമേറിയ 2ാമത്തെ T20 50ആണിത്. മികച്ച രീതിയിൽ പൊരുതിയെങ്കിലും 20 ഓവറിൽ 201 റൺസ് 8 വിക്കറ്റ് എന്ന സ്കോറിലെത്താനേ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ. പരമ്പരയിൽ ഇന്ത്യയുടെ ഫീൽഡിംഗ് വളരെ മോശമായിരുന്നു. 5ാം മത്സരത്തിൽ ഉൾപ്പെടെ പരമ്പരയിലുടനീളം ഇന്ത്യ 5 ക്യാച്ചുകളാണ് നിലത്തിട്ടത്. ക്യാച്ചുകൾ കൈവിട്ടതാണ് ഇംഗ്ലണ്ട് ഇത്രയും വലിയ സ്കോറിലെത്താൻ പ്രധാന കാരണമെന്ന് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മത്സരശേഷം സമ്മതിച്ചു. ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസ് അയ്യർക്കും ഇതൊരു നാണംകെട്ട പരമ്പരയാണ്. T20 ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ ആദ്യ 7 മത്സരങ്ങളിലും വിജയം കാണാൻ സാധിക്കാത്ത ക്യാപ്റ്റനായി അയ്യർ മാറി. അതുപോലെ തന്നെ യുവതാരം പ്രിൻസ് യാദവ് തന്റെ ആദ്യ 4 T20 മത്സരങ്ങളിലും തോൽവി അറിയുന്ന 2ാമത്തെ ഇന്ത്യൻ താരമായി മാറി. ഇനി വരാനിരിക്കുന്നത് ഏകദിന പരമ്പരയാണ്. ചൊവ്വാഴ്ച എഡ്ജ്ബാസ്റ്റണിലാണ് ആദ്യ ഏകദിനം ആരംഭിക്കുന്നത്. T20 പരമ്പരയിലെ ഈ നാണംകെട്ട തോൽവിക്ക് ഏകദിനത്തിൽ ഇന്ത്യക്ക് പകരം ചോദിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.